എല്ലാവർക്കും നമസ്കാരം. ബ്രിഡ്ജ് കോഴ്സ് കെമിസ്ട്രി ക്ലാസിന്റെ 8ാമത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയദീപ്. നിങ്ങൾ എന്നെ വിളിക്കാറുള്ളത് JD എന്നാണ്. അപ്പൊ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ഇതാണ്. ആ ചിത്രം നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. നമ്മൾ 1 മോൾ എന്നുള്ളത് മോൾ ആറ്റങ്ങൾക്കും ഇവിടെ എന്തുണ്ട്, മോളിക്യൂൾസുകൾക്കായിട്ട് കൊടുത്തേക്കാണ്. 1 മോൾ മോളിക്യൂളിന് പറയുന്നൊരു പേരുണ്ട് 1 ഗ്രാം മോളിക്യൂൾ. 1 മോൾ ആറ്റങ്ങൾക്ക് പറയുന്ന പേരുണ്ട് എന്താണ്, 1 ഗ്രാം ആറ്റം. ഇനി 1 മോളിൻ്റെ നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? അവഗാഡ്രോ നമ്പർ എന്ന് വെച്ചാൽ എത്രയാ? 6.022 into 10⁻23. 1 മോൾ ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? 1 ഗ്രാം ആറ്റം എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. 1 ഗ്രാം മോളിക്യൂൾ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഇത് ഇന്നലെ കണ്ടു നമ്മൾ, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി ഈ 1 മോൾ സബ്സ്റ്റൻസിന്റെ മാസ് എത്ര എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 മോൾ സബ്സ്റ്റൻസിന്റെ മാസ് എത്ര? വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്? 1 മോൾ ആറ്റങ്ങളുടെ മാസ് എത്ര? 1 മോൾ മോളിക്യൂളുകളുടെ മാസ് എത്ര എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പറഞ്ഞുതരാം. ഒരു ടേം ഉണ്ട്, GAM. എന്താണ്? GAM എന്നുള്ളൊരു ടേം. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് A ആണെന്നറിയാം. അത് ഗ്രാമിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? GAM. ഇതിന്റെ പേര് ഗ്രാം അറ്റോമിക് മാസ് എന്നാണ്. അപ്പൊ ഓക്സിജന്റെ GAM എത്രയായിരിക്കും? ഇറ്റ് ഈസ് 16 ഗ്രാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 1 ഗ്രാം. ഒന്നിന്റെ GAM എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് മാസിനെ എന്തിൽ പറയുന്നതാണ്? ഗ്രാമിൽ പറയുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പഠിക്കുക. അതേപോലെ ഒരു മോളിക്യൂളിന്റെ മാസ് ഗ്രാമിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? GM എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ഗ്രാം molecular mass, the mass of molecules expressed in gram. ഇപ്പൊ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് 18 ആണ്. അതിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ 18 ഗ്രാം എന്ന് പറയുന്നതാണ് വാട്ടറിന്റെ GM. അപ്പൊ നമ്മൾ 2 ടേമുകൾ പഠിച്ചു. എന്താണ്? GAM-ഉം GMM-ഉം 2 ടേമുകൾ പഠിച്ചതല്ല, നമ്മളത് അറിയാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് പറയാം? 1 മോൾ ആറ്റത്തിന്റെ മാസ്, the mass of 1 mole of atom will be equal to എന്തായിരിക്കും? It will be GAM ആയിരിക്കും. 1 മോൾ മോളിക്യൂളിന്റെ മാസ് എത്രയായിരിക്കും? It will be എന്തായിരിക്കും? GMM ആയിരിക്കും. അപ്പൊ 1 മോൾ ആറ്റം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ എത്ര നമ്പർ ഉണ്ട് എന്ന് പറയാം, അതിന് എത്ര മാസ് ഉണ്ട് എന്ന് പറയാം. 1 മോൾ മോളിക്യൂള് എത്ര നമ്പർ ഉണ്ട് എന്ന് പറയാം, അതേപോലെ അതിന് എത്ര മാസ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ 1 മോളിൽ നിന്ന് എനിക്കിപ്പോ 2 ഇൻഫർമേഷൻ ആണ് കിട്ടുക. എത്ര നമ്പർ ഉണ്ട് എന്നും പറയാം, അതേപോലെ എന്ത് പറയാം? എത്ര മാസ് ഉണ്ട് എന്നും നമുക്ക് പറയാം, അല്ലെ? എത്ര നമ്പർ ഉണ്ട് എന്ന് പറയാം, എത്ര മാസ് ഉണ്ട് എന്ന് പറയാം. ഇനി ഈ പറയുന്ന മോളിക്യൂളുകൾ, ഇവയ്ക്കാണ് സ്വന്തമായി എക്സിസ്റ്റൻസ് ഉള്ളത്. ഇത് ഗ്യാസ് ആണെങ്കിൽ എനിക്ക് എന്തും പറയാം, വോളിയം പറയാം. ഫോർ ആർക്കാണ്? ഗ്യാസസ്. ഈ പറയുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ? ഗ്യാസസ്. അത് എത്രയായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അറ്റ് STP. 1 മോൾ ഏത് ഗ്യാസും ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ക്ലോറിൻ ആയിക്കോട്ടെ, 1 മോൾ ഗ്യാസിന്റെ വോളിയം STPയിലാണ് എങ്കിൽ, 1 മോൾ ഗ്യാസിന്റെ വോളിയം STPയിലാണ് എങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? 22.4 ആയിരിക്കും. അപ്പോൾ 1 മോളിനെ സംബന്ധിക്കുന്ന സാധനങ്ങളായത്. 1 മോളിനെ സംബന്ധിക്കുന്ന എന്തിനും നമ്മൾ പറയുന്ന പേരാണ് മോളാർ.
ഒരു ആറ്റത്തിന്റെ മോളാർ മാസ് ആണ് ഇത്. ഒരു മോളിക്യൂളിന്റെ മോളാർ മാസ് ആണ് GMM. ഒരു മോളിന്റെ വോളിയത്തിന് നമ്മൾ എന്ത് വിളിക്കും? മോളാർ വോളിയം. മോളാർ നമ്പർ എന്ന് വെച്ചാൽ ഒരു മോളിന്റെ നമ്പർ എത്ര, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഒരു മോളിനെ ബന്ധപ്പെടുന്ന എന്തിനെ നമ്മൾ മോളാർ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഇതിന് പറയുന്നതാണ് മോളാർ മാസ്. ഇതിനെന്ത് വിളിക്കും? മോളാർ വോളിയം, അല്ലെ? ഇതിന് വേണം എന്ത് വിളിക്കാം? മോളാർ നമ്പർ. ഇത്രയുമാണ് മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ എനിക്ക് ഈ പറയുന്ന സാധനമൊന്നും വേണ്ട, ബാക്കി നമുക്ക് ഈ ഡയഗ്രാം മുഴുവൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സോ യു ജസ്റ്റ് ഡ്രോ ദിസ് ഡയഗ്രാം. നോട്ട്ബുക്കിൽ എന്ത് ആവശ്യമുണ്ട്? ഈ ഡയഗ്രാം ആവശ്യമുണ്ട്. ഈ ഡയഗ്രാം വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ളത്. സോ യു ഡ്രോ ദിസ് ഡയഗ്രാം ഇൻ യുവർ നോട്ട്ബുക്ക്. വേഗം. 1 mole എന്നുള്ളത് ഇറ്റ്സ് എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് 1 mole. അതിന്റെ നമ്പർ എത്ര, മാസ് എത്ര, വോളിയം എത്ര എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡയഗ്രമാണിത്. ഈ ഡയഗ്രാം വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചോദ്യങ്ങളും ചെയ്യാൻ. വരക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ എവിടെയെങ്കിലും ഈ ഒരു വീഡിയോ പോർഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് വരച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്താൽ മതി. കാരണം നിങ്ങൾ വരക്കുന്ന സമയം മുഴുവൻ ഞാൻ ക്ലാസ് എടുക്കാതിരിക്കുന്നില്ല. കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ക്ലാസ് മുന്നോട്ട് പോകണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. I am taking here number of moles here. Here I want mass of that substance. Here I want the volume and number of particles. എത്രയാണെന്ന് പറയണം. I take 1 mole oxygen. എത്ര എടുത്തു? 1 mole oxygen എടുത്തു. അതിന്റെ മാസ് എത്രയാണെന്ന് പറയണം, വോളിയം എത്രയാണെന്ന് പറയണം, പാർട്ടിക്കിൾസ് എത്രയാണെന്ന് പറയണം. 1 mole ഓക്സിജൻ, അതിന്റെ മാസിന് നമ്മൾ എന്താ പറയേണ്ടത്? GMM ആണ്. എന്താ GMM? ഇറ്റ്സ് മോളിക്യുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഓക്സിജന്റെ മോളിക്യുലാർ മാസ് 2 × 16 32. അപ്പൊ അതിന്റെ മാസ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 32 ഗ്രാം. ഇനി ഓക്സിജൻ ഗ്യാസ് അല്ലേ? 1 മോളിന്റെ വോളിയം പറഞ്ഞൂടെ? എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 22.4. ശരിയല്ലേ? 1 mole ഓക്സിജൻ അല്ലേ? അതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6.022 × 10⁻23 ഓക്സിജൻ ആറ്റം എന്നല്ല നമ്മൾ പറയേണ്ടത്. എന്താണ്? ഓക്സിജൻ മോളിക്യൂൾസ് എന്നാണ് പറയേണ്ടത്. ആഹാ, എന്താ ഫിൽ ചെയ്തു. ഇതേപോലത്തെ സാധനം നിങ്ങൾ 10th ഫിൽ ചെയ്തിട്ടുണ്ടാവും, ഇതേപോലെ ടേബിൾ. അതിന്റെ ചെറിയൊരു വശമാണിത്. അതിനേക്കാൾ കൂടുതലുള്ള സാധനങ്ങളിലേക്ക് നമുക്ക് പോകണം. നമുക്ക് മെല്ലെ മെല്ലെ നോക്കാം. എൻ്റെ കയ്യിൽ 1 mole നൈട്രജൻ ഉണ്ട്. അപ്പൊ എത്രയായിരിക്കും അതിന്റെ മാസ്? GMM ആയിരിക്കും. നൈട്രജന്റെ GMM, മോളിക്യുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 28 ഗ്രാം. ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും 1 മോളിന്റെ വോളിയം സെയിം അല്ലേ? ആ വോളിയം എത്രയാണ്? 22.4 ആണ്. സോ വോളിയം വിൽ ബി 22.4 ലിറ്റേഴ്സ്. സാധനം യൂണിറ്റും കൂടെ അതാണ് ലിറ്റേഴ്സ്. എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? യു ഹാവ് 6.022 × 10⁻23 നൈട്രജൻ പാർട്ടിക്കിൾ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഐ ഹാവ് 2 moles ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നോക്കടാ, നിങ്ങൾക്ക് അതിന്റെ മാസ് പറയാൻ പറ്റൂ, വോളിയം പറയാൻ പറ്റൂ, പാർട്ടിക്കിളുകളുടെ എണ്ണം പറയാൻ പറ്റൂ എന്നൊന്ന് നിങ്ങൾ എന്ത് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്കട്ടെ. യു ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ലെവൽ. അടുത്ത ലെവലിലേക്ക് പോവാണ് നമ്മള്. നോക്കാം. 1 mole ആണെങ്കിൽ 1 GMM ആയിരിക്കും, അറിയാലോ. 2 mole ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും മക്കളെ? 2 GMM ആയിരിക്കില്ലേ? ഇറ്റ് വിൽ ബി 2 GMM, റൈറ്റ്? സോ 2 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇറ്റ് വിൽ ബി 2 GMM. 1 മോളിന് 1 GMM ആയിരിക്കും. ഇവിടെ 2 മോൾ ഉണ്ടെങ്കിൽ 2 GMM ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ മാസ് എത്രയായിരിക്കും? 2 × 44 എന്ന് വെച്ചാൽ എത്രയാണ്? 88 grams ആയിരിക്കുമല്ലോ. 1 മോളിന്റെ വോളിയം 22.4 ആണ്. സോ ഹിയർ വോളിയം വിൽ ബി 2 × 22.4 ആയിരിക്കില്ലേ? എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 44.8 liters ആയിരിക്കും.
ഒരു മോളിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6.022 into 10⁻23 ആണ്. അപ്പൊ രണ്ട് മോളിൽ എത്ര ഉണ്ടാവും? 2 into 6.022 into 10⁻23 എന്നുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് പാർട്ടിക്കിൾ ഉണ്ടാവും. റൈറ്റ്? അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് വെച്ചു നോട്ടിൽ. വീണ്ടും ഫില്ല് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോസ് ചെയ്യുക, ഫില്ല് ചെയ്യുക. അതാ ഇപ്പൊ പോസ് ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി മോൾ കൺസെപ്റ്റിലെ ചോദ്യങ്ങൾ എപ്പോഴും ഒന്നിനെ വേറൊന്നിലേക്ക് മാറ്റാനുള്ള ചോദ്യമായിരിക്കും. മാസിനെ വോളിയത്തിലേക്ക് മാറ്റാനുള്ള ചോദ്യം, വോളിയത്തിനെ മാസിലേക്ക് മാറ്റാനുള്ള ചോദ്യം, വോളിയത്തിനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആക്കാനുള്ള ചോദ്യം. ഇതിനൊക്കെ വേണ്ടി ഒരു സിമ്പിൾ ഡയഗ്രത്തിലേക്ക് നമ്മളിനി എത്താൻ പോവാണ്. സോ ഞാൻ പറയാം, എൻ്റെ കയ്യിൽ നമ്പർ ഓഫ് മോൾസ് എന്നാന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പറയാം ഒരു മോളിന്റെ മാസ് GMM ആയിരിക്കും, 2 മോളിന്റെ മാസ് 2 into GMM ആയിരിക്കും, n മോളിന്റെ മാസ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ മാസ്? n മോൾ എന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് പറയാം? n into GMM എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിന്റെ മാസിലേക്ക് എത്താം. എന്ത് ചെയ്താൽ മതി? n into GMM ചെയ്താൽ മതി. ശരിയല്ലേ? യെസ്. എനിക്ക് n മോൾസ് എന്ന് കിട്ടിയാൽ ഗ്യാസ് ആണെങ്കിൽ അതിന്റെ എന്ത് കാണാം? വോളിയം കാണാം. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഗ്യാസ്. എന്താ ഫോർമുല? n into എത്രയായിരിക്കും? 22.4. നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാം. എന്ത് ചെയ്താൽ മതി? n into എന്തെടുത്താൽ മതി? n into എന്തെടുത്താൽ മതി? അവഗാഡ്രോ നമ്പർ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് തന്നാൽ നിങ്ങൾക്ക് മാസ് കാണാം, വോളിയം കാണാം, പാർട്ടിക്കിൾസിന്റെ എണ്ണം കാണാം. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രോബ്ലം ചെയ്ത് നോക്കാം. പക്ഷെ ഇത് നമ്പർ ഓഫ് മോൾസ് തരണ്ടേ? നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല എങ്കിലും എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരുന്നത് എന്താന്നിരിക്കട്ടെ? മാസ് ആണ് തന്നെന്നിരിക്കട്ടെ, എക്സ് ഗ്രാം ആണ് തന്നെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് എന്തിലോട്ട് പോവാം? നമ്പർ ഓഫ് മോൾസിലേക്ക് പോവാം. എന്ത് ചെയ്താൽ മതി? x ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? GMM ചെയ്താൽ മതി. നിങ്ങൾക്ക് വോളിയം ആണ് തന്നേക്കുന്നത്, ഗ്യാസ് ആണ്, എക്സ് ലിറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് കാണാം. എന്ത് ചെയ്താൽ മതി? x ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 22.4 ചെയ്താൽ മതി. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് തന്നേക്കുന്നത്, എക്സ് എന്നാ തന്നേക്കുന്നത്. നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസിലേക്ക് പോവാം. എന്താണ്? എക്സ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ തന്നാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ കുറെ ഏറോ മാർക്കറ്റുകൾ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മോൾ കൺസെപ്റ്റിൽ ഏത് ലെവൽ ആയിക്കോട്ടെ, IITയോ നീറ്റോ JEO എന്തോ ആയിക്കോട്ടെ, എല്ലാ പ്രോബ്ലവും ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡയഗ്രം ഒന്ന് വരച്ചു വെക്കണം. പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഡയഗ്രം ഒന്ന് വരച്ചു വെച്ചാൽ എല്ലാവരും. ഈ ഡയഗ്രം ഇവിടെ ഉണ്ട് എങ്കിൽ മോൾ കൺസെപ്റ്റിലെ എന്തിലെ ചോദ്യം നമുക്ക് ചെയ്യാം. ഈ ഡയഗ്രം നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. റൈറ്റ്? സോ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദി വോളിയം ഓഫ് 11 gram of carbon dioxide at STP? What will be the volume of carbon dioxide at STP? നോക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യായിരിക്കും, ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. നമുക്ക് വേണ്ടത് ഈ ഡയഗ്രം വെച്ച് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്ര കാര്യമുള്ളൂ. നമുക്ക് തന്നത് എവിടെയാണോ അത് ഇടത്തെ ഭാഗത്തായിരിക്കും, പോവേണ്ടത് എവിടെയാണോ എന്നൊന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് തന്നത് എന്താണ് മക്കളെ? മാസ് അല്ലേ തന്നേക്കുന്നത്? മാസ് ഈസ് ഗിവൺ 11 gram എന്നുള്ളതാണ്. നമുക്ക് എന്ത് കാണണം? വി ഹാവ് ടു ഫൈൻഡ് ദി വോളിയം. നമുക്ക് എന്താ കാണാനുള്ളത്? വോളിയമാണ് കാണേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടത്തേക്ക് എത്തണം. സോ വി ആർ സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് വി ഹാവ് ടു റീച്ച് ഹിയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം. ശരിയല്ലേ? ഇവിടുന്ന് മൂവ് ചെയ്ത് എന്ത് ചെയ്യണം? ഇവിടത്തേക്ക് എത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ പറയുന്ന പ്രോബ്ലം നോക്കാം. ഓക്കെ.
അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവിടത്തേക്ക് എത്തണം. ഈ 2 സ്റ്റെപ്പാണുള്ളത്. മാസിൽ നിന്ന് എവിടത്തേക്ക് പോകണം? മോളിലേക്ക് പോകണം. മോളിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം? വോളിയത്തിലേക്ക് പോകണം. അപ്പൊ മാസിൽ നിന്ന് മോളിലേക്ക് പോവാൻ നമുക്ക് ഫോർമുല ഉണ്ട്. എക്സ് ഡിവൈഡഡ് ബൈ ജി എം എം ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ജി എം എം. ഡയഗ്രത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. എന്ന് വെച്ചാൽ 11 ഡിവൈഡഡ് ബൈ 44. എക്സ് എന്ന് വെച്ചാൽ തന്ന മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം എം. കിട്ടി. എത്രയാണ്? എനിക്ക് നമ്പർ ഓഫ് മോൾസ് 1/4 കിട്ടി. അപ്പൊ ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ എങ്ങോട്ടേക്ക് പോകണം? വോളിയത്തിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഇവിടത്തേക്കായിരുന്നു പോകേണ്ടത്. വോളിയത്തിലേക്ക് പോകണേ നമ്പർ ഓഫ് മോൾസ് വോളിയത്തിലേക്ക് പോകേണ്ടത്. ഇതാണ് ഫോർമുല. എന്താണ്? n × 22.4. സോ വോളിയം ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/4 × 22.4. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.6 liters. വി ഗോട്ട് ദ ആൻസർ. അപ്പൊ നിങ്ങൾ ബൈഹാർട്ടും ചെയ്ത് നോക്കണ്ട, എളുപ്പമാണ്. ഈ ഡയഗ്രത്തിൽ തന്നത് എന്താണ്, പോവേണ്ടത് എവിടെയാണ് എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. റെഡി? ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തെടുത്തു. കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേഗം ഇതിനകത്തേക്ക് എത്താം. ഓക്കെ, അടുത്തൊരു ചോദ്യം ഏതാ? ഫൈൻഡ് ദി മാസ് ഓഫ് 44.8 liter of hydrogen at STP. Find the mass of 44.8 liters of hydrogen at STP. അപ്പൊ നമുക്ക് തന്നത് എവിടെയാണ്? വോളിയാണ് തന്നേക്കുന്നത്. നമുക്ക് എവിടെ എത്തണം? മാസിലെത്തണം. വോളിയം തന്നു, നമുക്ക് എവിടെ എത്തണം? മാസിലെത്തണം. സോ ദിസ് ഈസ് അവർ പാത്ത്. മാസിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തണം? വോളിയത്തിലേക്ക് എത്തണം. അപ്പൊ ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണണം, എന്നിട്ട് എന്ത് കാണണം? മാസ് കാണണം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ ഓഫ് മോൾസ് കാണണം, പിന്നെ നമ്മൾ എന്തിലേക്ക് എത്തണം? മാസിലേക്ക് എത്തണം. ദാറ്റ് ഈസ് അവർ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യം വോളിയത്തിൽ നിന്ന് എന്തിലേക്ക് പോകണം? നമ്പർ ഓഫ് മോൾസിലേക്ക് പോകണം. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് മോൾസ്. ഫോർമുല എന്താ? എക്സ് ഡിവൈഡഡ് ബൈ 22.4 ആണ്. വോളിയം തന്നാൽ നമ്പർ ഓഫ് മോൾസിലേക്ക് പോകേണ്ട സ്റ്റെപ്പ് എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? 22.4 ആണ്. എക്സ് ഡിവൈഡഡ് ബൈ 22.4. അപ്പൊ എനിക്ക് എഴുതാം എത്രയാണ്? 44.8 ഡിവൈഡഡ് ബൈ 22.4. ഐ വിൽ ഗെറ്റ് 2. നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടി? 2 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് എങ്ങോട്ടേക്ക് പോകണം? മാസിലേക്ക് പോകണം. നമ്പർ ഓഫ് മോൾസ് മാസിലേക്ക് പോകണം. അപ്പൊ എനിക്ക് മാസ് എഴുതാം. നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ മാസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എന്താണ്? GMM ആണ്. n എത്രയാ? 2. GMM ഓഫ് ഹൈഡ്രജൻ എത്രയായിരുന്നു? അതും 2. 2 × 2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആൻസർ എന്തായിരിക്കും? 4 grams. The answer will be 4 grams. ഇപ്പൊ മെല്ലെ 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 കത്തുന്നില്ലേ? അതാണ് മോൾ കൺസെപ്റ്റ് ഒക്കെ ഭയങ്കര എളുപ്പമാണോ? ഈ ഡയഗ്രാം നോക്കി പണ്ട് ബാലരമയിലോ അല്ലെങ്കിൽ എന്താണ് കളിക്കുടുക്കയിലൊക്കെ ടിറ്റുമുതലിന് വഴി കാണിച്ചു കൊടുക്കാമോ എന്നുള്ള പോലെയുള്ളൂ. നമ്മൾ ആകെ നോക്കേണ്ടത് എന്താണ് തന്നേക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്. ആ വഴി അങ്ങ് സെറ്റായാൽ, ആ ഇക്വേഷൻസ് അങ്ങ് ഫോളോ ചെയ്താൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. കിട്ടാത്തവർ ഇതൊന്ന് സോൾവ് ചെയ്തെടുത്തോളൂ. ഞങ്ങൾക്ക് മയക്കട്ടെ. റെഡി? ഇനി അടുത്ത ചോദ്യം ഇതാ, ഉഷാറായിട്ട്. How many molecules are there in 20 gram of NaOH? How many molecules are there in 20 grams of NaOH? നോക്കൂ, വേഗം നോക്കൂ. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് മാസിലാണ്. നമുക്ക് കാണേണ്ടത് എവിടെയാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഇവിടുന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടത്തേക്ക് എത്തണം. ഇതാണ് വഴി. നമ്പർ ഓഫ് മോൾസ് പോകണം, പിന്നെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് പോകണം. അപ്പോ എനിക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു
മാസിൽ നിന്ന് മോള് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. NaOHന്റെ GMM നമ്മൾ ഓൾറെഡി കണ്ടുവച്ചാണ്. 20 ഡിവൈഡഡ് ബൈ 40 എന്ന് വെച്ചാൽ എത്രയാണ്? 1/2. നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടി? 1/2. ഇനി നമുക്കതിന്റെ മോളിക്യൂൾസ് കാണാം. മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ്. എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് വെച്ചാൽ 3.011 ഇൻറ്റു 10⁻23 ആണ് നമ്മുടെ മോളിക്യൂളുകളുടെ എണ്ണം. അങ്ങനെ നമ്മൾ ഇന്ന് 3 ചോദ്യം ചെയ്തിട്ടുള്ളൂ. വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ ഇതെന്താവുള്ളൂ, സെറ്റായിട്ട് മാറുള്ളൂ. എന്തായാലും മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ട് അല്ല. ഈ മോൾ കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് പാഠങ്ങളിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യുക, നല്ല അസലായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പീരിയോഡിക് ടേബിളിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഗ്യാസ് ലോകളൊക്കെ പഠിക്കാനുണ്ട്. വേഗം കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, തീർക്കാനുണ്ട്. തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മതി. ദിസ് ഈസ് മീ JD signing off. Thank you.